ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. കുളിച്ച ഉടൻ ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അയ്യോ, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? തിരിച്ചാണല്ലോ കേട്ടിട്ടുള്ളത്. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അതിനു പിന്നിലെ ശാസ്ത്രവശമൊന്നും ചിന്തിക്കാതെ നമ്മളിൽ പലരും അത് അനുവർത്തിച്ചു പോരുന്നുമുണ്ട്. എന്നാ പിന്നെ കുളിച്ച ഉടൻ ഭക്ഷണം കഴിക്കാമോ? രാവിലെ ഓഫീസിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകാനുള്ള തത്രപ്പാടിൽ കുളിച്ച് നേരെ ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കുന്നവരറിയാനാണ് പറയുന്നത്. കുളിച്ച ഉടനെ ഭക്ഷണം കഴിക്കരുതെന്നാണ് ആയുർവേദം പറയുന്നത്. കുളിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. കുളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഹൈപ്പോതെർമിക് ആക്ഷൻ സംഭവിക്കും. അതായത് നിങ്ങളുടെ ശരീരത്തിലെ ആന്തരിക താപനില 1-2 ഡിഗ്രി കൂടും. അതിലൂടെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയും വിയർപ്പ് ഗ്രന്ഥികളും ഉത്തേജിക്കപ്പെടും. കുളിച്ച ഉടനെ ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നത് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, അസ്വസ്ഥത എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നത് കൊണ്ടാണ്. ഉദരത്തിന് ചുറ്റുമുള്ള രക്തം ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നതിനാൽ കുളിച്ച ഉടനെ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനം പെതുക്കെ നടക്കുകയുള്ളൂ. മാത്രമല്ല, കുളിയിലൂടെ ഹൃദയമിടിപ്പ് നിരക്ക് കൂടുകയും അതിനോടൊപ്പം ഭക്ഷണം കൂടെ കഴിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യാം. കുളിക്ക് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആയുർവേദം അനുസരിച്ച് ദൈനംദിന പ്രവർത്തികൾക്കെല്ലാം കൃത്യമായ ഒരു സമയമുണ്ട്. ശരീരത്തിലെ ജൈവ ഘടികാരത്തിന്റെ സഞ്ചാരം അതനുസരിച്ചാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ശരീരത്തിന്റെ ഉഷ്ണം കൂടുകയും ദഹനം ആരംഭിക്കുകയും ചെയ്യുന്നുവെന്നാണ് ആയുർവേദം വിശ്വസിക്കുന്നത്. എന്നാൽ കുളി ശരീര താപനില കുറയ്ക്കുകയും ദഹനത്തെ പെതുക്കെയാക്കുകയും ചെയ്യുന്നു. കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ശരീര താപനില ക്രമീകരിക്കാൻ ശരീരം ശ്രമിക്കുകയും അതുമൂലം അസ്വസ്ഥതയും അസിഡിറ്റിയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയും ചെയ്യുന്നു. ഏറെക്കാലമായി ഈ ശീലമുള്ളവരിൽ ദഹന പ്രശ്നങ്ങളും മന്ദഗതിയിലുള്ള ഉപാപചയവും മൂലം ശരീരത്തിന് വണ്ണം വെക്കാൻ സാധ്യത ഏറെയുണ്ട്. ഇത് പൊണ്ണത്തടിക്കും മറ്റു ആരോഗ്യ സങ്കീർണതകൾക്കും കാരണമായേക്കാം. മാത്രമല്ല, പ്രോട്ടീൻ, ഫൈബർ, കൊഴുപ്പ്, റിഫൈൻ ചെയ്ത കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അധികമായി അടങ്ങിയ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഭക്ഷണം ദഹിക്കുമ്പോൾ വയർ വീർത്തതുപോലെ തോന്നാനും സാധ്യതയുണ്ട്. ഇത് നെഞ്ചിൽ സമ്മർദ്ദവും വേദനയും ഉണ്ടാക്കാൻ കാരണമാകുന്നു. എപ്പോൾ കുളിക്കണം? ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ഭക്ഷണം കഴിച്ച് 20 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ കാത്തിരിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇനി അഥവാ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അത്രയൊന്നും കാത്തിരിക്കാൻ സമയമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കാതെ ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ചൂടുവെള്ളത്തിലുള്ള കുളി ശരീരത്തെ ഉത്തേജിപ്പിക്കുന്ന ഹൈപ്പോതെർമിക് ആക്ഷനെ കൂടുതൽ മെച്ചപ്പെടുത്തും. ചൂടുവെള്ളത്തിലുള്ള കുളി നാഡീ വ്യവസ്ഥയെ റിലാക്സ് ചെയ്യുകയും പ്രതിരോധ വ്യവസ്ഥയും ദഹന വ്യവസ്ഥയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ശരീരത്തിൽ നിന്നും വിഷാംശം പുറന്തള്ളാനും ദഹനം വേഗത്തിലാക്കാനും ചൂടുവെള്ളത്തിലുള്ള കുളിക്ക് സാധിക്കും. ഭക്ഷണത്തോടനുബന്ധിച്ച് ചെയ്യരുതാത്ത മറ്റു കാര്യങ്ങൾ. ബ്രഷിംഗ്. ഭക്ഷണം കഴിച്ച ഉടൻ ബ്രഷ് ചെയ്യുമ്പോൾ ഭക്ഷണത്തിലെ ആസിഡ് പല്ലുകളിൽ ആകെ പരക്കും. പല്ലുകൾക്ക് ഫ്ലൂറൈഡിന്റെ സംരക്ഷണം നൽകുന്നതിന് പകരം ഇനാമൽ കേടുവരാനാണ് ഇത് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ല് തേക്കാൻ അരമണിക്കൂർ കാത്തിരിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പും പല്ല് തേക്കുന്നതാണ് നല്ലത്. വ്യായാമം. എക്സസൈസ് ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടി വരികയാണ്. ചിലർ ജിമ്മിൽ പോകും, ചിലർ യോഗയ്ക്ക് പോകും, ചിലർ ഓടാനും നടക്കാനും പോകും. പല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. എക്സസൈസ് കഴിഞ്ഞ ഉടനെ കുളിക്കാമോ എന്നത് മിക്കവരുടെയും സംശയമാണ്. വ്യായാമം കഴിഞ്ഞ് വിയർപ്പോടുകൂടെ കുളിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. അതത്ര നല്ല ശീലമല്ലെന്നും മനസ്സിലാക്കുക. എക്സസൈസ് കഴിഞ്ഞ് ശരീരത്തിലെ വിയർപ്പ് മാറിയ ശേഷം മാത്രമേ കുളിക്കാവൂ. വ്യായാമം കഴിഞ്ഞ് 20 മിനിറ്റെങ്കിലും വിശ്രമിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യായാമം കഴിഞ്ഞ് ഉടനെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും അത്ര നല്ല ശീലമല്ല. ശരീരം വല്ലാതെ ചൂടായിരിക്കുന്ന സമയത്ത് ഒരിക്കലും കുളിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പുറത്തു പോയി വന്നാലും ഉടനെ പോയി കുളിക്കരുതെന്ന് പറയുന്നത്. വർക്കൗട്ട് ചെയ്ത ശേഷം ശരീരം സാധാരണ ഊഷ്മാവിലേക്ക് മടങ്ങി വരുന്നത് വരെ കാക്കണം. എക്സസൈസ് ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത് സ്വാഭാവികമാണ്. ഇത് സാധാരണ നിലയിലെത്താൻ വിശ്രമം ആവശ്യമാണ്. ശരീരം സാധാരണ നിലയിലേക്ക് എത്താൻ 20 മിനിറ്റ് എങ്കിലും കാത്തിരിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെയാണ് പുറത്തുപോയി വന്ന ശേഷം വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കരുത്. വീട്ടിലെത്തി 10 മിനിറ്റ് എങ്കിലും കഴിഞ്ഞേ വെള്ളം കുടിക്കാവൂ. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറഞ്ഞത് 45 മിനിറ്റ് എങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ എക്സസൈസ് ചെയ്യാവൂ. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.